ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കി തന്ന ഈ കുടുംബപ്പെട്ടത് മന്ത്രത അമ്പതാം നമ്പർ അംഗൻവാടിയിലെ ടീച്ചേഴ്സിന് നന്ദി പറയുന്നു. ചെറിയ ഗിഫ്റ്റാണ്, ചെറിയ ചെറിയ സഹായങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിലും ചെയ്യുന്നു. നമുക്ക് അവർക്ക് സന്തോഷത്തോടെ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ കൊടുക്കുന്നു. അതിൻ്റെയും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കുറച്ച് കുഞ്ഞുങ്ങളോട് വരാനുണ്ട്. പക്ഷേ അവർക്ക് ടീച്ചേഴ്സ് കൊടുക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. SSP എന്ന ഈ സ്മാർട്ട് സർവീസ് പ്രോഗ്രാമിൻ്റെ എല്ലാ വർഷവും ഇതുപോലുള്ള നിർദ്ദയായ കുട്ടികൾക്ക് ചെറിയ കൈത്താങ്ങായും എല്ലാ വർഷവും 2005 പ്രോഗ്രാം ചെയ്യുന്നതാണ്. ഈ വർഷവും ദൈവസഹായി തന്നെ ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. നമുക്കറിയാം അനേകം കുട്ടികൾ അതുപോലെ പാവം പിടിച്ച അനേകം കുട്ടികൾക്ക് അവർക്ക് ഒരു കൈത്താങ്ങായി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം കോടിക്കണക്കിന് ആൾക്കാർക്ക് അവരുടെ കാര്യത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി വാങ്ങിക്കൊട്ടുമ്പോൾ ഇങ്ങനെയുള്ള പാവം പിടിച്ച നിങ്ങൾക്ക് ഒരു കൈത്താങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ സഹായമായി. നമുക്കറിയാം ഇപ്പം ഗുജറാത്തിൽ നമ്മുടെ മോദി സ്ഥലമാണ് ഗുജറാത്ത്. അവിടെ നമ്മുടെ US പ്രസിഡന്റ് ട്രംപ് വന്നത് ഒരു ചെറിയ പ്രദേശം മൊത്തവും ഒരു 10 അടി പൊക്കത്ത് ശീലിച്ചെന്ന് വാങ്ങിച്ചു. കാരണം ഞങ്ങളുടെ രാജ്യത്തിന്റെ അവസ്ഥ മറ്റുള്ള കാണുന്നത് അവർ വെറും പാവം ചൂടില്ലാത്ത ആൾക്കാർ. എന്നാൽ അവർക്ക് ഈ പറയുന്ന അദാനി അംബാനി ദിവസം കോടിക്കണക്കിന് ആസ്തി വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ ഒരു നേരത്തെ ഒരു അന്നദാനം അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു നേരത്തെ വസ്ത്രം അല്ലെങ്കിൽ പാപ്പടം അതൊക്കെ അതൊന്നും ഒന്നുമില്ല. നേരത്തെ കയ്യിൽ പോകുന്ന ഒന്നുമില്ല. ഒന്നും ചെയ്യാതെ നമ്മുടെ ഇന്ത്യ രാജ്യം മഹത്തായ വലിയ കോടിക്കണക്കിന് ആൾക്കാർ രാജ്യം കാണിക്കാൻ വേണ്ടി അവർ ചെയ്യും. SSP എന്ന പ്രസ്ഥാനത്തിനകത്ത് നമ്മൾ ഇതുപോലെ വമ്പൻ ആൾക്കാരെ ഒന്നും പിടിക്കുക സാധാരണ ആൾക്കാർ അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയ ആവശ്യങ്ങൾ അറിയും. ചെയ്യാവുന്നത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഇല്ലെങ്കിൽ തന്നെയും ചെറിയാവുന്ന രീതിയിലുള്ള ചെറിയ സഹായം ചെയ്യുന്നു. തീർച്ചയായിട്ടും പിന്നെ ഇതിന്റെ പുണ്യം തീർച്ചയായിട്ടും ദൈവം കൊടുക്കും. എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അടുത്ത വർഷവും ഇതുപോലെ വേറൊരു സ്കൂളായിരിക്കാം ചെയ്യുന്നത്. ചെയ്യാൻ വേണ്ടിയുള്ള കൈക്ക് വായിച്ച് ദൈവം കൊടുക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, SSP സ്മാർട്ട് സോഷ്യൽ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പല അംഗൻവാടി കുട്ടികൾക്കും ഞങ്ങളുടെ പല ഭാഗങ്ങളിലൊക്കെ വർഷങ്ങളായിരിക്കും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ SSP ഗ്രൂപ്പിലൂടെ ചെറിയ ആളുകൾ ചെറിയ സഹായങ്ങൾ നമ്മൾ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഈ വർഷം അത് കൊടുക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചത് പത്തനംതിട്ട ജില്ലയിലെ കുന്നോമ്പറ്റത്ത് മരനടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അംഗൻവാടിയിലാണ്. SSPയുടെ സഹകാരിയായിരിക്കുന്ന വിമർശാൻ വഴി നമ്മൾ എത്തുവാനായിട്ട് സാധിച്ചത്. സാമ്പത്തികമായിട്ട് നന്ദി പറയുന്നു. സാന്നിധ്യം കിട്ടിയില്ല. അപ്പോൾ ഈ അംഗൻവാടിയിലെ ടീച്ചർ രേഷ്മ ടീച്ചറും പോളിസി ടീച്ചറിനും ഞാൻ നന്ദി പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ 11 കുട്ടികളാണുള്ളത്. ഈ 11 കുട്ടികൾക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ SSPയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അംഗനവാടിയില് SSPയുടെ ഒരു പ്രവർത്തനവുമായിട്ട് ഡോക്ടറും നമ്മുടെ സാറും വിമൽ സാറും എല്ലാവരും കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് നടത്താൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് മഴയുടെ അസ്വസ്ഥത കൊണ്ട് അത് നമ്മൾ മാറ്റിവെച്ചു. ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് കൂടുവാൻ തക്കവണ്ണം നമ്മുടെ സാർമാർ അതിന് കടന്നു വരികയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് സാർമാർ കടന്നു വന്നിരിക്കുന്നത്. അതിലേക്ക് കടന്നു വന്ന നമ്മുടെ ഡോക്ടർ സാറുണ്ട്, അതുപോലെ മറ്റേ സാറ് ടീച്ചറ്, ഞങ്ങൾ എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ അംഗനവാടിയിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നല്ല പ്രവർത്തനം വരുന്നത്. ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുവാൻ കാണിച്ച നല്ല മനസ്സിന് നല്ലൊരു പ്രവർത്തനമാണെന്ന് വെച്ചാൽ അനേകർക്ക് ഇതൊരു മാതൃകയാവട്ടെ. നമ്മുടെ അംഗനവാടി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് അംഗനവാടി മുഖാന്തരം. അപ്പോൾ അവർക്ക് അത് ഓർത്ത് വയ്ക്കുവാൻ ഒരു ഇതാകുന്നു. അത് നല്ല കാര്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനമാണെന്ന് പറയത്തക്ക രീതിയിൽ ഇതിനൊരു മുതൽക്കൂട്ടായി തീരട്ടെ. തുടർന്നും സാർമാരുടെ നല്ല സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാത്തിനും നന്ദി. ഉപകാരത്തിന് എല്ലാവരും നന്ദി.